നമസ്കാരം. കേരളത്തിലെ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഇനി മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് നൽകത്തില്ല. പൊതുജനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഇനി മുതൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും. പെട്രോൾ അടിക്കാൻ വരുന്നവർക്ക് മാത്രമായിരിക്കും കേരളത്തിലെ പെട്രോൾ പമ്പിന്റെ ശുചിമുറി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിരിക്കുന്നു. പെട്രോൾ പമ്പിലെ ഉടമകൾക്ക് അനുകൂലമായി വന്നിരിക്കുന്ന ഈ വിധി ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഒരു തികച്ചും സ്വകാര്യ ഒരു സ്ഥാപനമാണ്. ആ സ്വകാര്യ സ്ഥാപനത്തിന്റെ ശുചിമുറി അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അല്ല. അതുകൊണ്ട് ഈ വിധിയെ 100% സ്വാഗതം ചെയ്യുന്നു. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണ് പൊതു ശൗചാലയം നിർമ്മിക്കേണ്ടത്. ഗവൺമെന്റ് പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കാത്തത് കൊണ്ട് സ്വകാര്യ സ്ഥാപനമായ പെട്രോൾ പമ്പുകാർ ഈ കാര്യം ചെയ്യണം എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഗവൺമെന്റ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും, അതുപോലെ തന്നെ എല്ലാ നഗരപ്രദേശങ്ങളിലും പൊതു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായി പൊതു ശൗചാലയം തുറക്കണം. അത് ഏതെങ്കിലും ഒരു ടൗണിൽ ഒരെണ്ണമല്ല, ഒന്നിലധികം എണ്ണം ശൗചാലയങ്ങൾ, പൊതു ശൗചാലയങ്ങൾ തുറക്കണം. അത് മാത്രമല്ല, അത് കൃത്യമായി അതിനു വേണ്ടിയുള്ള പരിപാലനങ്ങൾ, ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കണം. പൊതുജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ആണ് ഏറ്റവും ആദ്യം നിറവേറേണ്ടത്. അതിനു വേണ്ടിയിട്ട് സർക്കാരുകളെ കൊണ്ട് കഴിയാതെ വരുമ്പോൾ സ്വകാര്യ മേഖല സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ആ ഒരു രീതി ഒരിക്കലും ശരിയല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ പബ്ലിക് സ്പീക്കർ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ നിങ്ങളുടെ കമന്റുകൾ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. താങ്ക്